ചൈനീസ് നടൻ യൂങ് മാങ് ലോങ്ങിന്റെ ദാരുണവും അപ്രതീക്ഷിതവുമായ മരണം ഇതിനകം തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ഈ ദാരുണമായ സംഭവം നിഗൂഢതകളുടെയും ഇരുണ്ട രഹസ്യങ്ങളുടെയും ഒരു യഥാർത്ഥ ശൃംഖലയായി തന്നെ മാറിയിരിക്കുന്നു. ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഒരുപാട് ദിവസമായി യൂട്യൂബിലെ നമ്മുടെ വീഡിയോസിന്റെ കമന്റ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ ഒഫീഷ്യൽ പേജിന്റെ ഇൻബോക്സിലായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് പേർ ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ സജസ്റ്റ് ചെയ്തിരുന്നു. മുൻപ് തന്നെ സംസാരിക്കാത്തതിന് കാരണം ഇത് ഓൺഗോയിങ് കേസാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു എൻഡിങ് ഈ കേസിന് നൽകാൻ കഴിയില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും എനിക്ക് നിങ്ങളെ അറിയിക്കാൻ സാധിക്കും. ആയിരത്തി 1988 ജനിച്ച മാങ് ലോങ് തന്റെ 20കളുടെ തുടക്കത്തിൽ തന്നെ ചെറിയ അഭിനയ വേഷങ്ങൾ കൈകാര്യം ചെയ്തും ഗാന മത്സരങ്ങളിൽ പങ്കെടുത്തും വിനോദ ലോകത്തേക്ക് പതുക്കെ കടന്നു വന്നു. ഈ മത്സരങ്ങളിൽ ഒന്നിൽ ആദ്യ 10ൽ ഇടം നേടിയതോടെയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയരാൻ തുടങ്ങിയത്. അഭിനയ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയെങ്കിലും 2015 ഗോ പ്രിൻസസ് ഗോ എന്ന ഡ്രാമയിൽ അഭിനയിച്ച് അതേ വർഷം തന്നെ തന്റെ ആദ്യ സോളോ ആൽബം പുറത്തിറക്കിയതോടെ അദ്ദേഹം ചൈനയിലെ മുഖ്യധാര പ്രശസ്തിയിലേക്ക് എത്തി. അതിനുശേഷം എറ്റേണൽ ലവ്, ദ ലെജൻഡ് ഓഫ് വൈറ്റ് സ്നേക്ക്, ദി മൂൺ ബ്രൈറ്റൻസ് ഫോർ യു എന്നിവയുൾപ്പെടെ വിവിധ ജനപ്രിയ ചൈനീസ് ഡ്രാമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഈ ഡ്രാമാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന ജനങ്ങൾക്ക് ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന പേരായി മാറി. യൂങ് മാങ് ലോങ്ങിന്റെ ജീവിതം ഇങ്ങനെയെല്ലാം നന്നായി പോകുന്നത് പോലെ തോന്നി. പക്ഷേ 2025 സെപ്റ്റംബർ മാസം 11 എല്ലാം പെട്ടെന്ന് മാറിമറിഞ്ഞു. ആ ദിവസം ബീജിംഗിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 5ാം നിലയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരാൾ താഴേക്ക് വീണു. പിന്നീട് മെങ് ലോങ് ആണ് താഴേക്ക് വീണത് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് കിംവദന്തികൾ പടർന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മെങ് ലോങ്ങിന്റെ ഏജൻസി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹം ഒരു അപ്പാർട്ട്മെന്റിന്റെ ജനാലയിൽ നിന്നും വീണുവെന്നും ഇതിൽ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടേ ഇല്ല എന്നും ഇതൊരു ദാരുണമായ അപകടമാണെന്നും വാദിച്ചു. എന്നിരുന്നാലും ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. അതേസമയം സെപ്റ്റംബർ മാസം 10 വൈകുന്നേരം ഒരു 5-6 പേർക്കൊപ്പം മെങ് ലോങ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അത്താഴം കഴിച്ചതായി അവകാശപ്പെടുന്ന ഒരു പാപ്പരാസി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. ഈ പോസ്റ്റ് പ്രകാരം പുലർച്ചെ 2 മണിയോടെ മെങ് ലോങ് ഒരു കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്നു. സുഹൃത്തുക്കൾ ആ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാവിലെ 6 മണിയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം തന്നെ ആ പ്രദേശത്ത് ഒരു നായയുമായി നടക്കാനിറങ്ങിയ അയൽക്കാരൻ ഇത് കണ്ട് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. തുടർന്ന് പോസ്റ്റിൽ പറയുന്നത്, എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റിലെ ഒരു സ്റ്റാഫ് അംഗവുമായി താൻ അഭിമുഖം നടത്തിയെന്നും പുലർച്ചെ 5 മണിയോടെ മെങ് ലോങ് ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് വീണതായി അദ്ദേഹം തന്നോട് പറഞ്ഞതായും ഈ പാപ്പരാസി പോസ്റ്റിലൂടെ അവകാശപ്പെട്ടു. ആ കെട്ടിടത്തിന്റെ 5ാം നിലയിലെ ഒരു ജനൽ തകർന്നതായി ശ്രദ്ധിച്ചതായും ഈ പാപ്പരാസി പറഞ്ഞു. എന്നിരുന്നാലും മെങ് ലോങ്ങിന്റെ മരണത്തെക്കുറിച്ചുള്ള തന്റെ എല്ലാ പോസ്റ്റുകളും അദ്ദേഹം പിന്നീട് റിമൂവ് ചെയ്തു. വാർത്ത സ്ഥിരീകരിച്ചയുടനെ ലോകമെമ്പാടുമുള്ള മെങ് ലോങ്ങിന്റെ ആധാരകൾ ഒരുപാട് ദുഃഖിതരായി. അടുത്തിടെ അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പൊതുപരിപാടികളിലും സജീവമായും പോസിറ്റീവായും പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളുടെയോ അസുഖങ്ങളുടെയോ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിച്ചില്ല എന്നും പലരും ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും കഴിഞ്ഞ മാസങ്ങളിൽ തന്റെ തിരക്കേറിയ ഷെഡ്യൂൾ തന്റെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങിയെന്നും അതിന്റെ ഫലമായി ശരീരഭാരം വളരെയധികം കുറഞ്ഞുവെന്നും മാങ് ലോങ് തന്നെ പരാമർശിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കിയിരിക്കാനുള്ള സാധ്യത മിക്ക ആരാധകരും തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ ഒരു ദുരൂഹതയായി തന്നെ അങ്ങനെ തുടർന്നു. ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ മരണം ഒരു അപകടമാണെന്ന് തന്നെ വിധിച്ചു. കാരണം അദ്ദേഹം സുഹൃത്തുക്കളുമായുള്ള പാർട്ടിക്ക് ശേഷം മദ്യപിച്ചിരുന്നതിനാൽ അബദ്ധത്തിൽ ജനാലയിൽ നിന്നും പുറത്തേക്ക് വീണു. ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നിരുന്നാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അപകടം നടന്നതിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇത് വീണ്ടും വളരെയധികം സംശയം ജനിപ്പിച്ചു. ഈ 5ാം നിലയിൽ തകർന്ന ജനാലയ്ക്ക് ചുറ്റും നിരവധി പോറലുകളും പാടുകളും ഉണ്ട് എന്ന രീതിയിൽ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. താഴെയുള്ള ജനാലയ്ക്ക് ചുറ്റും അങ്ങനെ പോറലുകളോ പാടുകളോ ഒന്നും ഇല്ലായിരുന്നു. കൂടാതെ അപകടം നടന്ന ജനാലയിൽ
ഇൻസെക്ട് സ്ക്രീൻ പൂർണ്ണമായും ഇല്ലായിരുന്നു. അതായത് സാധാരണ നമ്മുടെ വീടുകളിൽ മോസ്കിറ്റോ നെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ പ്രാണികൾ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക സ്ക്രീനാണത്. പക്ഷേ ഇവയൊക്കെ ചില പ്രത്യേക ഉപകരണങ്ങളില്ലാതെ നീക്കം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇത് നെറ്റിസൻസും ചൂണ്ടിക്കാട്ടി. അതേസമയം മാങ്ലോങ്ങിന് ഉയരങ്ങളോട് ഭയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒരിക്കലും ഇരിക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കുകയില്ല എന്നും അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നു. തുറന്നിട്ട ജനാലയ്ക്കരികിൽ അദ്ദേഹം ചെന്നിരുന്നു, അവിടെ നിന്നും താഴേക്ക് വീണു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പറഞ്ഞു. മാങ്ലോങ് വലിയ മദ്യപാനിയൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾ മദ്യപിച്ചു എന്നതും വിചിത്രം തന്നെയാണ്. പിന്നീട് പോലീസിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കാൻ തുടങ്ങി. കാരണം ഫാൻസ് അസോസിയേഷനും ആരാധകരും നെറ്റിസൻസും എല്ലാം പല രീതിയിലുള്ള തിയറീസ് പുറത്തുവിടാൻ തുടങ്ങി. പോലീസ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ആദ്യം മാങ്ലോങ്ങിന്റെ നിലവിളിയും കരച്ചിലും കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഓൺലൈനിൽ പുറത്തു വന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അയാളാണോ എന്ന് പറയാനും പ്രയാസമായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപകടം നടന്ന ആ നിമിഷങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. മാങ്കോങ് താമസിച്ചിരുന്ന കെട്ടിടത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നറിയാവുന്ന ആരോ എടുത്തതാണ് എന്നും ചിലർ അനുമാനിക്കുന്നു. അതേസമയം മാങ്ലോങ്ങിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോസ് ഡിലീറ്റ് ആകുന്നതും അപകടത്തെക്കുറിച്ചുള്ള കമന്റുകളും പോസ്റ്റുകളും എല്ലാം റിമൂവ് ആകുന്നതും നെറ്റിസൺ ശ്രദ്ധിച്ചു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിരവധി നെറ്റിസൻസ് എന്നെ ഊഹിച്ചെടുക്കാൻ തുടങ്ങി. ചില ഭ്രാന്തൻ കഥകളും പുറത്തു വരാൻ തുടങ്ങി. മറ്റു ചിലർ മാങ്ലോങ്ങിന്റെ സുഹൃത്തുക്കൾക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടാൻ തുടങ്ങി. അവർക്ക് സത്യം തീർച്ചയായും അറിയാമെന്ന് വാദിച്ചു. ആ വൈകുന്നേരം ആ അപ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ലെങ്കിലും നടി സോങ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചിലർ കരുതുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവർ ഇല്ലാതാക്കുകയായിരുന്നുവെന്നും നെറ്റിസൻസ് വാദിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേസിലെ വിവിധ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ നെറ്റിസൻസ് കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു. അതിലൂടെ നെറ്റിസൻസ് കണ്ടെത്തിയതും വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളായിരുന്നു. ഒരു വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ റോക്കറ്റിന് പിന്നിലെ രഹസ്യങ്ങൾ മാങ്ലോങ്ങിന് അറിയാമായിരുന്നുവെന്നും കുറഞ്ഞത് കുറച്ചാഴ്ചകൾക്ക് മുൻപ് ആ കെട്ടിടത്തിൽ അദ്ദേഹത്തെ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി തടവിലാക്കി എന്നതായും ചിലർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ് ഇതിനുള്ള തെളിവുകളായും കാണിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് അനുസരിച്ച് മാങ്ലോങ്ങിന്റെ വസ്ത്രങ്ങൾ ആ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ ഉണങ്ങാൻ തൂക്കിയിടുകയായിരുന്നു. അദ്ദേഹം അവിടെ കുറച്ചുകാലം താമസിച്ചിരുന്നു എന്നത് അത് സൂചിപ്പിക്കുന്നു. കൂടാതെ ഓൺലൈനിൽ പ്രചരിക്കുന്ന നിലവാരമില്ലാത്ത വീഡിയോസിൽ ഒന്ന് ആകസ്മികമായ ഒരു വീഴ്ചയുടെ പ്രതീതി സൃഷ്ടിക്കാനായി 4ാം നിലയിലെ ജനാലയിലൂടെ മുകളിലേക്ക് മാങ്ലോങ്ങിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമായിരുന്നു. ഒരു വലിയ വിനോദ കമ്പനി 10 വർഷമായി പണം വെളുപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും ഇതേ പോസ്റ്റിൽ അവകാശപ്പെടുന്നു. ഈ പണമിടപാട് പദ്ധതിയെക്കുറിച്ചുള്ള തെളിവുകൾ മാങ്ലോങ് ശേഖരിച്ചുവെന്നും ഇക്കാരണത്താൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചുവെന്നും പോസ്റ്റ് ആരോപിക്കുന്നു. തുടർന്ന് നിർബന്ധിതമായി മദ്യം കുടിക്കാനും നിയമപരമായ വസ്തുക്കൾ കഴിക്കാനും നിർബന്ധിതനാക്കി. ഒടുവിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഒരു അപകടം അരങ്ങേറി. ജനാലയിലെ ഇൻസെക്ട് സ്ക്രീൻ ഇതിനകം നീക്കം ചെയ്തതിന്റെ കാരണവും ഈ വിപുലമായ പദ്ധതി വിശദീകരിക്കുന്നുണ്ട്. അപകടം നടന്ന രാത്രിയിൽ ആ കെട്ടിടത്തിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നുവെന്നും 5-6 സുഹൃത്തുക്കളെ കൂടാതെ മീറ്റിംഗിൽ 17 പേർ ഉൾപ്പെട്ടിരുന്നുവെന്നും അവരിൽ ഭൂരിഭാഗവും ടൂറിസം ബിസിനസ്സിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണെന്നും പോസ്റ്റിൽ അവകാശപ്പെട്ടു. മീറ്റിംഗിൽ പങ്കെടുത്ത മാനേജർമാരിൽ ഒരാൾ ചില വസ്തുക്കളുടെ മാരകമായ അളവുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഓൺലൈനിൽ സെർച്ച് ചെയ്തതായി ചില ഹാക്കർ ടീം കണ്ടെത്തിയതായും അതേ നെറ്റിസൻസ് തന്നെ ആരോപിച്ചു. ഇങ്ങനെ നെറ്റിസൻസ് തന്നെ അവരുടെ ഊഹാപോഹങ്ങളും തിയറീസും അവർ അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എല്ലാം പുറത്തുവിടാൻ തുടങ്ങി. മാങ്ലോങ്ങിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ വൈറലായതോടുകൂടി അദ്ദേഹത്തിന്റെ അമ്മ സംസാരിക്കാൻ തീരുമാനിച്ചു. അമിതമായി മദ്യപിച്ചതിന് ശേഷം മാങ്ലോങ് അപകടത്തിൽപ്പെട്ടതാണെന്നും എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ഇപ്പോഴും കൃത്യമായ വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവർ അവകാശപ്പെട്ടു. അതുപോലെ തന്നെ അടുത്തിടെ സെലിബ്രിറ്റീസിന് നേരെയുള്ള ഈ കിംവദന്തികൾ, ആവശ്യമില്ലാത്ത കമന്റ്സ് ഇവയെല്ലാം നീക്കം ചെയ്യുന്നതിനായി ചൈനീസ് സർക്കാർ വെയ്ബോയ്ക്കും മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകൾക്കുമെതിരെ നടപടി ആരംഭിച്ചിരുന്നു. അതിനാൽ മാങ്ലോങ്ങിന്റെ മരണത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ സർക്കാരിന്റെ ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇരയായി മാറിയിട്ടുണ്ടാകാം.
കാരണം അദ്ദേഹത്തിന്റെ അപകടത്തെക്കുറിച്ചുള്ള മിക്ക അവകാശവാദങ്ങളും സ്ഥിരീകരിക്കപ്പെടാത്തതും കിംവദന്തികളുമായി കണക്കാക്കപ്പെടുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിമൂവ് ആയ പോസ്റ്റുകളും വീഡിയോസും എല്ലാവരുടെയും ചാറ്റ്സുകളും എല്ലാം ഒരുപക്ഷെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തതായിരിക്കാമെന്ന് കരുതുകയും ചെയ്യുന്നു. കൂടാതെ മെങ്ലോങ്ങിന്റെ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ കിംവദന്തികൾ പ്രചരിച്ചു എന്നാരോപിച്ച് ചൈനീസ് അധികാരികൾ കുറച്ചാളുകളെ അറസ്റ്റും ചെയ്തു. കിംവദന്തികൾ ശമിപ്പിക്കുന്നതിന് പകരം ഇത് വളരെ അസ്വസ്ഥമായ എന്തോ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു സംശയത്തിന് കാരണമായി. വാസ്തവത്തിൽ കെട്ടിച്ചമച്ച നിരവധി അവകാശവാദങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലീസ് വിസമ്മതിക്കുന്നത് കൊണ്ട് അവരുടെ അന്വേഷണങ്ങളിൽ പൂർണ്ണമായും സംതൃപ്തരാകാൻ ജനങ്ങൾ തയ്യാറായില്ല. ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മെങ്ലോങ്ങിന്റെ അമ്മ മുൻപ് പറഞ്ഞതിന് വിരുദ്ധമായി ഒരു പുതിയ പ്രസ്താവന പുറത്തിറക്കി. അത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. തന്റെ മകൻ അപകടത്തിൽ മരിച്ചതല്ലെന്നും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് ഇരയായതാണെന്നും അവർ പറഞ്ഞു. കുറ്റവാളി പരസ്യമായി കള്ളം പറഞ്ഞിട്ടുണ്ടെന്നും സത്യം മറച്ചുവെക്കാൻ അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അപകടത്തിന് മുൻപും ശേഷവുമുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്റെ പക്കൽ ഉണ്ടെന്നും മെങ്ലോങ്ങിന്റെ അമ്മ അവകാശപ്പെട്ടു. തന്റെ മകന്റെ മരണം ഒരു അപകടമല്ലെന്നും മറിച്ച് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ഇത് തെളിയിക്കുന്നുണ്ട്. കേസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവുന്ന ആരെങ്കിലും ഇത് തുറന്ന് പറയണമെന്നും കേസിനെ കുറിച്ചുള്ള യഥാർത്ഥ അന്വേഷണം വീണ്ടും തുടരണം എന്നും അവർ അഭ്യർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പുതുതായി ആരോപിക്കപ്പെട്ട വീഡിയോസ് ക്ലിപ്പുകളെല്ലാം പുറത്തു വരികയും ചെയ്തു. ഈ ക്ലിപ്പുകളിൽ ചിലത് മെങ്ലോങ്ങിനെ അപ്പാർട്ട്മെന്റിനുള്ളിൽ വലിച്ചിഴച്ച് മർദ്ദിക്കുന്നതായി കാണിക്കുന്നുണ്ട്. കൂടാതെ മെങ്ലോങ് ആണെന്ന് കരുതുന്ന ഒരാളെ മറ്റൊരാൾ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് പിടികൂടുകയും തുടർന്ന് മർദ്ദിക്കുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ തിരയുന്നതിനിടയിൽ മെങ്ലോങ്ങിന്റെ മാനേജർ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയ ഉടൻ തന്നെ മെങ്ലോങ് വേഗത്തിൽ അകന്നു പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പും വൈറലായി. ഇദ്ദേഹം നടത്തിയ ഒരു പ്രതികരണത്തിലൂടെ ഒരു പക്ഷേ ഈ മാനേജർ മെങ്ലോങ്ങിനെ മുൻപും ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇടിച്ചിട്ടുണ്ടാകാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണെന്നും ചിലർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാകാം മാനേജർ പെട്ടെന്ന് കൈപൊക്കിയപ്പോൾ തന്നെ അടിക്കാൻ വരുന്നു എന്ന് കരുതി മെങ്ലോങ് മാറിയതെന്നും പറയുന്നു. ഇതിനുവേണ്ടി ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖരെയെല്ലാം കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും നെറ്റിസൻസ് ഒക്കെ ശ്രമിച്ചു. അവർക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് പോലും ചോദിച്ചു. പക്ഷേ അവിടെയും വിചിത്രം എന്ന് പറയട്ടെ, സ്വാധീനമുള്ള ഈ ഇൻഡസ്ട്രീസിലെ പലരും, പ്രത്യേകം ടിഫാനി ചെൻ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് പലരും വിശ്വസിക്കുന്നു. ഏത് തെളിവാണ് യഥാർത്ഥമെന്ന് പറയാൻ പ്രയാസമെങ്കിലും മെങ്ലോങ്ങിന്റെ മരണശേഷം പുറത്തു വന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, CCTV ഫുട്ടേജസ് ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും ഭയാനകമായ എന്തോ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതും. ഈ ഘട്ടത്തിൽ മെങ്ലോങ്ങിന്റെ മരണം ഒരു അപകടമല്ലെന്നും അദ്ദേഹത്തെ എന്നേക്കുമായി നിശബ്ദനാക്കാനുള്ള ഒരു മനഃപൂർവ്വ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നും മിക്ക നെറ്റിസൻസും പറഞ്ഞു. അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ ബോധ്യപ്പെട്ടു. സത്യം അറിയണം എന്നാവശ്യപ്പെട്ട് ചില ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ രാത്രിയിൽ മെങ്ലോങ്ങിന് എന്താണ് സംഭവിച്ചത് എന്ന് എപ്പോഴെങ്കിലും കണ്ടെത്താനാകുമോ എന്നത് ഇപ്പോഴും പറയാൻ പ്രയാസമാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എൻഡിങ്ങിലേക്ക് എത്താൻ വളരെ പ്രയാസമുള്ള ഒരു കേസ്. പോരാത്തതിന് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ കേസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കിംവദന്തികളും ഊഹാപോഹങ്ങളും പടരുന്നുണ്ട്. യഥാർത്ഥ അന്വേഷണം സത്യസന്ധമായി നടക്കുകയാണെങ്കിൽ കൊലപാതകമാണോ അപകടമാണോ എന്ന് അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മെങ്ലോങ് എങ്ങനെ മരിച്ചിട്ടുണ്ടാകും? അപകടമായിരിക്കുമോ അതോ അറിഞ്ഞുകൊണ്ട് ഒരു ആസൂത്രണ കൊലപാതകമായിരിക്കുമോ ഇത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് വരാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും അത് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.